ഒരു കാലഘട്ടത്തിലെ സമുദായത്തെ ആത്മാഭിമാനമുള്ള സമുദായമായി മാറ്റുന്നതിൽ ലോകത്തിൻ്റെ നെറുകയിൽ ഞങ്ങൾ ഈ സമുദായത്തിൽ ജനിച്ചവരാണ് എന്ന് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആനന്ദത്തോടെയും പറയാൻ കഴിയുന്ന രീതിയിൽ ഒരു ജനതയെ മോചിപ്പിച്ചിട്ടുള്ള ബഹുഭാര്യാത്ത സമ്പ്രദായവും ബഹുഭർത്തൃത്വ സമ്പ്രദായവും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്ന, ഒരുപാട് അനാചാരങ്ങളെന്ന് വിശേഷിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ വളരെ വലിയ രീതിയിൽ സാമൂഹിക പരിഷ്കരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു നവോത്ഥാന പ്രക്രിയയിലൂടെ മാറ്റിയെടുത്തതിൽ മന്നത്ത് പത്മനാഭൻ അവர்களுടെ പങ്ക് വളരെ വലുതാണ്. നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാക്കുകയും കരയോഗങ്ങൾ സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വലിയ സംഭാവന നൽകുകയും ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ 10-35 വർഷങ്ങൾക്ക് മുമ്പ് കുറേ അധികം പ്രവർത്തനങ്ങളുമായി നായർ സർവീസ് സൊസൈറ്റി ആരംഭിക്കുന്നത്. സൊസൈറ്റി ആരംഭിച്ചത് 35 വർഷം മുമ്പല്ല, അതിന് മുമ്പ് വരെയുള്ള 2 കാലഘട്ടമായിട്ടാണ് പറയുന്നത്. നായർ സർവീസ് സൊസൈറ്റി കേരളത്തിൽ ആരംഭിച്ചതിന് ശേഷം അന്ന് SNDP ആരംഭിക്കുന്ന സമയത്ത്, അതായത് ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം 1925-30കളിലാണ് ആരംഭിച്ച സമയത്ത് ഗുരുദേവൻ്റെ നേതൃത്വത്തിൽ കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും ഒക്കെ കൂടി അന്ന് ഈ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശ്രീനാരായണ ധർമ്മം പരിപാലിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും SNDP ഉണ്ടാക്കി. ആ കാലഘട്ടത്തിൽ തന്നെ വിവിധ സമുദായങ്ങളിൽ ഇതിനനുസരിച്ചുള്ള മാറ്റമുണ്ടാകണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മന്നത്ത് പത്മനാഭൻ രംഗത്തിറങ്ങി വലിയ രീതിയിൽ സമുദായത്തെ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല, ക്ഷേത്രപ്രവേശന വിളംബരത്തിനായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വലിയ ജാഥ തന്നെ നടത്തി. ആ ജാഥയുടെയൊക്കെ ഫലമായിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം അന്ന് നടപ്പിലായത്. അല്ലാതെ സാധാരണ ആളുകൾ സമരം ചെയ്തുകൊണ്ട് മാത്രമല്ല. സമരം ചെയ്തവരിലും മഹാരഥന്മാരും നേതാക്കളും ഉണ്ടായിരുന്നു. പക്ഷേ മന്നത്ത് പത്മനാഭൻ്റെ ആ ഇടപെടൽ വളരെ വലുതായിരുന്നു. അങ്ങനെ മന്നത്ത് പത്മനാഭനും കേളപ്പനും അതുപോലെ തന്നെ KP മന്മഥൻ സാറും വൈക്കം വേലപ്പനും തുടങ്ങിയ മഹാരഥന്മാർ, ചെറിയ ആളുകളല്ല, പേര് കേൾക്കുമ്പോൾ തന്നെ മഹാരഥന്മാരാണ്. അവർ വരുന്നാൽ മറ്റുള്ളവർ അറിയാതെ എണീറ്റ് പോകുന്ന പറയുന്ന സദസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര ബഹുമാനിതരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ കൊണ്ടു നടന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു കഴിഞ്ഞ 10-20-30 വർഷം അല്ലെങ്കിൽ 30-35 വർഷക്കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും അപജയവും തമ്മിൽ തല്ലും ബഹളവും ഒക്കെ ഉണ്ടെന്നും അതുകൊണ്ട് ഇതിനെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി മന്നം ആത്മാഭിമാന സദസ്സ് എന്ന പേരിൽ വൈക്കത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, വൈക്കം വേലപ്പൻ്റെ നേതൃത്വത്തിൽ NSS നായർ സർവീസസിൽ ഉണ്ടാക്കുന്നതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നൊരു മണ്ണാണ്. വൈക്കത്തപ്പൻ്റെ മണ്ണാണ്. വൈക്കം ക്ഷേത്രം, മഹാദേവ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്, വൈക്കത്തപ്പൻ്റെ മണ്ണാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ വൈക്കം ക്ഷേത്ര പ്രവേശന വിളംബരം വളരെ പ്രസിദ്ധമാണ്. ഗാന്ധിജി സന്ദർശിച്ചിട്ടുള്ള, സ്വാമി വിവേകാനന്ദൻ വന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു മണ്ണാണ് കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന് പറയുന്നത്. അപ്പോൾ വൈക്കം ചെറിയ സ്ഥലമല്ല. ഈ വൈക്കത്ത് വെച്ചാണ് ഇപ്രാവശ്യം മന്നം ആത്മാഭിമാന സദസ്സ് നടക്കുന്നത്. അതിലൂടെ ഈ നായർ സർവീസ് സൊസൈറ്റിയെ പിളർക്കുമോ അല്ലെങ്കിൽ രണ്ടാകുമോ എന്ന ചർച്ചയും ഗൗരവമായി നടക്കുന്നു. മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഒരുപാട് പേർ ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രധാനപ്പെട്ട പല ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ആരൊക്കെ ഇന്ന് പങ്കെടുക്കും, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നാണ് നടക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ പങ്കെടുക്കും, എന്തൊക്കെയാണെന്നുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായാലും വളരെ വലിയ രീതിയിലാണ് NSS ഇപ്പോൾ ആക്ഷേപം ഏറ്റുവാങ്ങുന്നത്. അത് സുകുമാരൻ നായരുടെ മകളുമായി ബന്ധപ്പെടുത്തി, കുടുംബവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഒത്തിരി ആക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹം സമദൂരം എന്നുള്ള വിഷയം മാറി ശരിദൂരത്തിലേക്കും പ്രശ്നാധിഷ്ഠിത ദൂരത്തിലേക്കുമൊക്കെ മാറിയതിൻ്റെ പിന്നിൽ ഗവൺമെൻറ്റിൻ്റെ ഭീഷണി ഉണ്ടെന്നും അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭീഷണി ഉള്ളത് കൊണ്ടൊക്കെയാണ് അയ്യപ്പ സംഗമത്തിൽ മറ്റൊരുപാട് പ്രതിസന്ധികളും അല്ലെങ്കിൽ പ്രതിഷേധവും ഒക്കെ വന്നിരുന്ന അയ്യപ്പ സംഗമത്തെ, പ്രത്യേകിച്ച് ഹിന്ദു സംഘപരിവാർ സംഘങ്ങളൊക്കെ ശക്തമായി എതിർത്ത അയ്യപ്പ സംഗമത്തെ നന്നായി പുകഴ്ത്തി പറയുകയും ഗവൺമെൻറ്റിനെ അനുകൂലമായി പറയുകയും, അതുപോലെ ശബരിമല വിഷയം വന്നപ്പോൾ പെരുന്ന NSS നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗം സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിരുന്നാൽ ഭാരവാഹിയായിരുന്ന മുരാരി ബാബു ഉണ്ടായിരുന്നത് കൊണ്ടാണോ സുകുമാരൻ നായർ വളരെ ശക്തമായൊരു നിലപാട് എടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യവും ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. ഈ മുരാരി ബാബു സുകുമാരൻ നായരുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ, സ്വർണത്തിൻ്റെ ഇടപാടുകളുണ്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന സംശയങ്ങളല്ല. പൊതുസമൂഹത്തിൽ
പൊതു പ്ലാറ്റ്ഫോമിൽ പൊതു എയറിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ഈ സംശയങ്ങളുടെ ഇടയിലാണ് വളരെ കൃത്യമായി NSSന്റെ പിളർപ്പിലേക്ക് തന്നെ നയിക്കാവുന്ന രീതിയിൽ വൈക്കത്ത് വെച്ച് മന്നം ആത്മാഭിമാന സദസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഏരിയയായി മാറിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു വളരെ യാദൃശ്യമായി ഒരു യാത്രയുടെ ഇടയ്ക്കിൽ ഒരു നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ഒരാളിനെ കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന സഞ്ചിയിൽ അത് എഴുതിയിരുന്നതുകൊണ്ടാണ് ആ എംബ്ലമൊക്കെ കണ്ടാണ് ഞാൻ ചോദിച്ചത് എവിടെ പോയിട്ട് വരുന്നു എന്ന്. ചുമ്മാ ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നായർ സർവീസ് സൊസൈറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ ഡയറക്ടർ ബോർഡാണെന്ന് തോന്നുന്നു, അതോ പിന്നെ പൊതുസഭയോ പ്രതിനിധി സഭയോ വളരെ പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുത്തിട്ട് വന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ പിന്നെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില നിലപാടൊക്കെ സുകുമാരൻ നായർ എടുത്താൽ അത് വലിയ വ്യത്യാസം വരും. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അതിന് സുകുമാരൻ നായർ പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ നായന്മാരും കേൾക്കണ്ടേ? അതേസമയം ഒരു 10-20% ആളുകൾ ചിലപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ ആണ് എന്നൊരു തോന്നലിൽ ചിലപ്പോൾ ഗവൺമെൻറ്റിന് അനുകൂലമായി വോട്ട് ചെയ്തേക്കാം, ഒരു 10% അല്ലെങ്കിൽ 20%. പക്ഷേ മഹാഭൂരിപക്ഷവും സംഘടന പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്ന ഒരു കാലമൊക്കെ പോയി. മന്നത്ത് പത്മനാഭൻ്റെയും കേളപ്പൻ്റെയും പിന്നെ അതുപോലെ തന്നെ വെക്കം വേലപ്പൻ്റെയും ഒക്കെ ഉള്ള കാലത്ത് KP മെമ്പറിൻ്റെയൊക്കെ കാലത്ത് അവിടെ നിന്നൊരു തീരുമാനമെടുത്താൽ, പെരുന്നയിൽ നിന്നൊരു തീരുമാനം അറിയിച്ചാൽ സകല നായന്മാരും, ആ സംഘടനയിൽ അംഗത്വമുള്ള നായർ സർവീസ് സൊസൈറ്റിയിൽ അംഗത്വമുള്ള സകല നായന്മാരും വോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നായന്മാരും അത് അങ്ങോട്ടുള്ള പള്ളിയിലൊക്കെ വിളിച്ചു പറയുന്നത് പോലെ പള്ളിയിലച്ഛൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ യോഗത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. ആ രീതിയിലായിരുന്നു നായർ സർവീസ് സൊസൈറ്റി. പക്ഷേ ആ കാലമെല്ലാം പോയി. ഇന്നിപ്പോൾ വലിയ ഗുരുതരമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി നിൽക്കുമ്പോൾ ഇന്ന് ഈ അവസാന ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നത് ഒരു പിളർപ്പിന്റെ വക്കിലേക്ക് നായർ സർവീസ് സൊസൈറ്റി പോവുകയാണോ എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ അനുകൂലിക്കുന്ന വലിയൊരു ഭൂരിപക്ഷം നായർ സർവീസ് സൊസൈറ്റിയിലുണ്ട്, BJP അനുകൂലിക്കുന്ന വലിയൊരു പക്ഷമുണ്ട്. അപ്പോൾ ഹിന്ദുക്കളായി നിൽക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയിലെ നായന്മാരിൽ 3 വിഭാഗം ആളുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഒന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഗവൺമെന്റിനെ സഹായിക്കുന്നവർ, അല്ലെങ്കിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, BJPയോട് അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും BJPയോടൊപ്പം നിൽക്കണമെന്ന് പറയുന്ന ആളുകൾ, കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം. അങ്ങനെ പല വിഭാഗങ്ങളായി നായർ കമ്മ്യൂണിറ്റി, നായർ സമുദായം, നായർ സമാജം വഴി പിരിഞ്ഞു നിൽക്കുമ്പോൾ കുറെ കരയോഗങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായും, മറ്റ് കുറെ കരയോഗങ്ങൾ കോൺഗ്രസിന് അനുകൂലമായും, വേറെ കുറെ കരയോഗങ്ങൾ BJPക്ക് അനുകൂലമായും, ഇനിയും കുറച്ച് കരയോഗങ്ങൾ നിഷ്പക്ഷമായും ആരോടും പൊളിറ്റിക്കലായി നിൽക്കണ്ട എന്നും, പിന്നെ കുറച്ച് കരയോഗങ്ങൾ 4-5 വിഭാഗമായി കഴിഞ്ഞു. മന്നത്ത് പത്മനാഭന്റെ അല്ലെങ്കിൽ പെരുന്നയിൽ നിന്ന് പറയുന്നത് എന്താണ് അതനുസരിച്ച് ചെയ്യാം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന 5-4-5 ഘടകങ്ങളായി ഓരോ കരയോഗവും മാറി വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമുദായ സംഘടന കല്ലിലടിച്ച പൂക്കല പോലെ പിരിഞ്ഞു പോകുന്നതിനുള്ള ഒരു ശ്രമമാണ് എല്ലാ ഭാഗത്തുനിന്ന് കാണുന്നത്. ഇത് ഒരിക്കലും കരണീയമായിട്ടുള്ളൊരു കാര്യമല്ല. കോടാനുകോടി രൂപയുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു സമുദായമാണ്. സ്വാഭാവികമായിട്ട് അതിന് ശരിയായ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അത് ശരി ദൂരമായാലും സമദൂരമായാലും പ്രശ്നാധിഷ്ഠിത ദൂരമായാലും.